ഭർത്താവിനെ ഇഷ്ടം ഭർത്താവിന് പോയില്ലേ. ഭർത്താവിന്റെ കാര്യം നോക്കിട്ട് പോയി. എനിക്ക് എന്റേതായ കാര്യത്തിൽ ജീവിക്കണ്ടേ. തൂടെ നിങ്ങൾക്കൊക്കെ കുറച്ച് വിഷം വാങ്ങുക, കുടിക്കുക, ചാവുക. അതാണ് നല്ലത്. ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കാണ്ട് പോയി ചാവുക. അയാളെ കൊന്നില്ലേ? അയാൾ എന്താ, ഞാൻ തൂക്കിയിട്ട് വന്നതാണല്ലോ. അവിടെ പോയി തൂക്കിയിട്ട് വന്നതാണ്. എന്റെ ഉമ്മാനോട് മാപ്പ് വയ്ക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല. എന്റെ ഉമ്മ ചെയ്തതാണ് തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് എന്റെ ഉമ്മ എന്നോട് മാപ്പ് വയ്ക്കണം. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? ഇൻഷാ അല്ലാ ബിഗ് ബോസിൽ വിളിച്ചാ പോവും. ഇൻഷാ അല്ലാ ഞാൻ ഓഡീഷൻ കൊടുത്ത് സംഭവം വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാഹിദ ഷാജിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എപ്പിസോഡിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ ദയവ് ചെയ്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഷാജിദ പറയുകയാണ്, ഭർത്താവിൻ്റെ കാര്യം നോക്കി പോയി എന്നും കർത്താവ് പോയത് കൊണ്ട് എനിക്കും മക്കൾക്കും എൻ്റെ സൗകര്യത്തിന് ജീവിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഒരു കുപ്പി വിഷമായി അടിച്ചിട്ട് ഫിറ്റായി ചത്തുകൂടെ എന്ന് കൂടി ഷാജിദ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായി ഷാജിദ താത്തയുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ഭർത്താവിനെ ഇഷ്ടം ഭർത്താവിന് പോയില്ലേ. ഭർത്താവിന്റെ കാര്യം നോക്കിട്ട് പോയി. എനിക്ക് എന്റേതായ കാര്യത്തിൽ ജീവിക്കണ്ടേ. ഭർത്താവ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഇട്ടിട്ട് ഓടിയത്. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. എവിടുന്ന് വരണടാ മൂദേവികളെ, നാറികള്. വേറെ പണിയില്ലെങ്കിൽ പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ. കുറച്ച് വിഷം വാങ്ങുക, കുടിക്കുക, ചാവുക. അതാണ് നല്ലത്. ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കാണ്ട് പോയി ചാവുക. ഒക്കെ കൊറേ കിടന്നിങ്ങനെ കൊണക്കിന ചിലക്കിന ജന്തുക്കളില്ലേ, കുറച്ച് വിഷം വാങ്ങാൻ അടിക്കുക, കട്ടക്കുക. അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. ഇങ്ങനെ കാരണം കൊണക്കിനത്. ഭർത്താവ് മരിച്ച ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. കർത്താവ് ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയിട്ടില്ല, കർത്താവ് മരിച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല. കാരണം സമ്മതിക്കുന്ന കാര്യമാണ്. എന്റെ ഗുണം കൊണ്ടല്ല പോയത്. ജീവിക്കാൻ അത്ര ധൈര്യമുള്ളൂ, അതുകൊണ്ട് പോയി. ജീവിക്കാൻ ധൈര്യം വേണം. ആണായി ജനിച്ചിട്ട് കാര്യമില്ല. ജീവിക്കാൻ കുറച്ച് ധൈര്യം വേണം. കടം ഉണ്ടെങ്കിൽ വീട്ടാൻ ധൈര്യം വേണം. 5 മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള ധൈര്യം വേണം. അതില്ലാണ്ടാവുമ്പോ പോവുന്നെ. പിന്നെ ഓരോ കാരണങ്ങള് മറ്റുള്ളവരുടെ മേലെ ചുമത്തിയിട്ട് കാര്യമില്ല. കഴിയുമ്പോ വിളിച്ചാ പോവുന്നെ. അത് ഏത് രൂപത്തിലാണെന്ന് പടച്ചോൻ തീരുമാനിക്കും. ഏത് രൂപത്തിലാണോ വിളിക്കേണ്ടത് ആ രൂപത്തിൽ വിളിച്ചാ പോവുന്നെ. ജീവിതം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അതിലിങ്ങനെ കടന്ന് കൊണ അയാളെ കൊന്നില്ലേ? അയാൾ എന്താ, ഞാൻ തൂക്കിയിട്ട് വന്നതാണല്ലോ. അവിടെ പോയി തൂക്കിയിട്ട് വന്നതാണ്. ഷാജിദ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഭർത്താവിൻ്റെ കാര്യം നോക്കി പോയതാണ് എന്നും അതുപോലെ തന്നെ ആണായ ഒരുത്തൻ ആണിൻ്റെ ധൈര്യം കാണിക്കണമെന്നും അല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടതെന്നും 5 കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 5 കുട്ടികളെ നോക്കണം, കടമുണ്ടെങ്കിൽ അത് വീട്ടണം, അല്ലാതെ പെട്ടെന്ന് അവരുടെ കാര്യം നോക്കി പോവുകയല്ല ചെയ്യേണ്ടത്. അത്തരം ആൾക്കാർക്ക് അതിന് തന്നെയാണ് നല്ലത് എന്ന് കൂടി ഷാജിദ പറയുന്നുണ്ട്. പിന്നെ ഷാജിദ പറയുന്നത്, ഇത്തരം കൊണകൊണ എന്ന് ചിലക്കുന്ന ആൾക്കാർക്ക് ഒരു കുപ്പി വിഷമായി പോയിട്ട് ചത്തൂടെ എന്നാണ് ഷാജിദ ചോദിക്കുന്നത്. കർത്താവ് പോയാലും കർത്താവ് പോയിക്കില്ലെങ്കിലും എനിക്കും എൻ്റെ മക്കൾക്കും സുഖമായിട്ട് ജീവിക്കണം എന്ന് കൂടി ഷാജിദ പറയാണ്. ഷാജിദയോട് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം മരണപ്പെട്ടത് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക മരണമല്ല. പിന്നെ അദ്ദേഹം 5 മക്കളുടെ വാപ്പയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല ബോധ്യമുണ്ടാകും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പോയത് എന്ന് ആൾക്കാർ ചോദിക്കും. അതിനെ ഉത്തരവാദി നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാജിദ പറയുന്നുണ്ട്, ഞാൻ കെട്ടിത്തൂക്കി കൊന്നതൊന്നുമല്ല എന്ന രീതിയിൽ ഷാജിദ സംസാരിക്കുന്നുണ്ട്. അതൊന്നുമല്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് മാനസികമായ പിരിമുറുക്കവും അതുപോലെ തന്നെ അത് സഹിക്കാനും ഈ ലോകത്ത് അതിനോട് പൊരുതി പടവെട്ടി നിൽക്കാനുമുള്ള കഴിവില്ലാഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത് എന്ന് തന്നെയാണ് സത്യം. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളത് 100% നിനക്ക് അത് അറിയാവുന്നതാണ്. എന്താണ് അദ്ദേഹത്തെ അത് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും നീ തന്നെയാണ് അത് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടാകും, എനിക്ക് 5 മക്കളുണ്ട്, അവരെ പോറ്റണമെന്നും കടവും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് സഹിക്കാനും അതുപോലെ തന്നെ അത് വീട്ടാനും അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. അതിലും വലിയ എന്തോ ഒന്ന് അദ്ദേഹത്തിന് സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിടവിട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഷാജിദ. പിന്നെ ഷാജിദ പറയുന്ന ഏറ്റവും ഉമ്മാനെക്കുറിച്ച് വേറെ ഒന്ന് പറയുന്നുണ്ട്. ആ പറയാൻ പറ്റാത്ത വാക്കാണ്. അവരോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നും ഉമ്മ എന്നോട് വന്ന് മാപ്പ് ചോദിക്കട്ടെ എന്നാണ് ഷാജിദ പറയുന്നത്. നമുക്കത് കേൾക്കാം. എന്റെ ഉമ്മാനോട് മാപ്പ് വയ്ക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല. എന്റെ ഉമ്മ ചെയ്തതാണ് തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് എന്റെ ഉമ്മ എന്നോട് മാപ്പ് വയ്ക്കണം. എന്റെ ഉമ്മ അല്ലേ എന്നോട്, എന്റെ കുട്ടികളോടും എന്റെ എത്തി മക്കളോടും ചെയ്തതിന് എന്റെ ഉമ്മ എന്നോട് മാപ്പ് വയ്ക്കണം. ഞാൻ ഒരിക്കലും എന്റെ ഉമ്മാന്റെ അടുത്ത് മാപ്പ് വയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് 2 കൊല്ലം നല്ല പോലെ നോക്കിയ തള്ളാണ്. ഞാൻ അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല.
എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ എന്റെ പടച്ചോനോട് അത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ തള്ളന്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം 5 എത്തി മക്കളെ ആട്ടി ഇറക്കിയ തള്ളയാണ്. 5 എത്തി മക്കളിനെയാണ് ആട്ടി ഇറക്കിയത്. എന്നിട്ട് കെട്ടിയോനും കുട്ടികളും തൂണും ആണും തൂണും ഉള്ള ആൾക്കാരനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ആ തള്ളന്റെ എത്രത്തോളം ആ തള്ള അധംപതിച്ചു പോയിട്ടുണ്ട്, മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, എന്റെ ഉമ്മാന്റെ മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഉമ്മയെക്കുറിച്ച് വീണ്ടും വൃത്തികെട്ട വാക്കുകളുമായി ഷാജിദ പറയാണ്. അവളോട് പോയിട്ട് ഒരു മറ്റേതും പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നും എന്നോടും എൻ്റെ യത്തീം മക്കളോടും ഉമ്മ ഇങ്ങോട്ട് വന്നാണ് മാപ്പ് പറയേണ്ടത്. അത്തരം വൃത്തികേടാണ്, അത്തരം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഉമ്മ ഞങ്ങളോട് ചെയ്തത് എന്നും ആണും തൂണുമുള്ള കുറച്ച് ആൾക്കാരെ അവിടെ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഷാഹിദ ഷാജിയുടെ 2 സഹോദരിമാരെ കുറിച്ചാണ്. അവർക്ക് ഭർത്താക്കന്മാരുണ്ട്, അവരെ അവിടെ പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഷാജിദ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേടിച്ചിട്ടല്ല ഇവിടെ വിട്ട് പോകുന്നത് എന്നും എന്നെ ഇവിടെ നിന്ന് ആരും അടിച്ചിറക്കിയിട്ടില്ല എന്നും ഷാഹിദയുടെ പഴയ ലൈവിൽ തന്നെ ഷാഹിദ പറയുന്നുണ്ട്. ഇപ്പോൾ ഷാഹിദ പറയുന്നു എന്നെ ഉമ്മയെ അടിച്ചിറക്കിയതാണ് എന്ന്. ഷാഹിദ, നീ പോകുന്ന വീഡിയോ എല്ലാം നീ നിൻ്റെ ലൈവിൽ തന്നെ പങ്കുവെച്ചിട്ടുണ്ട്. അതിൽ നീ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇനി പുതിയ വീട് എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ഞാൻ മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മിക്സിയും വാഷിംഗ് മെഷീനും നീ വാങ്ങിയ എല്ലാ സാധനങ്ങളും തൂക്കി പെറുക്കിയാണ് നീ അവിടെ നിന്ന് പോയത്. ആ പോകുന്ന പോക്കിലാണ് ചന്ദനം മുറിച്ചതും അതുമായി ബന്ധപ്പെട്ട് കേസും കൂട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. എപ്പോഴാണ് ഉമ്മ അടിച്ചിറക്കിയ ഒന്ന് വീഡിയോ നീ അതിൽ പങ്കുവെച്ചതേ ഇല്ല, ഞങ്ങളാരും അതിട്ട് കണ്ടിട്ടുമില്ല. അതിൻ്റെ ഇടയിൽ നീ പറയുന്നുണ്ട് ഉമ്മ നിന്നെ അടിച്ചിറക്കിയതാണ് അവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ പറയുന്നു നീ സ്വന്തമായിട്ട് അവിടെ ഇറങ്ങിപ്പോയതിനു ശേഷം നീ സ്വന്തമായിട്ട് ഇപ്പോൾ പുതിയ വീടെടുത്ത് താമസിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ എപ്പോഴാണ് നിന്നെ അടിച്ചിറക്കിയത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും ഉമ്മയുടെ പൊരുത്തം വാങ്ങണമെന്നൊക്കെ ആൾക്കാർ പറയുന്നത് തീർച്ചയായിട്ടും അവരവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു ചെറിയ ഒരു എളിമ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനം അതുപോലെ തന്നെ നീയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിന്നോട് കമൻറ്റ് ചെയ്തതാണ്. നീ ഇങ്ങനെ വെപ്രാളപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. പിന്നെ നിന്നെ ബിഗ് ബോസിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നീ പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിഡ്ഢിത്തരം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്താൽ അത് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടി കേൾക്കാം. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? ഇൻഷാ അല്ലാ ബിഗ് ബോസിൽ വിളിച്ചാൽ പോവും. ഇൻഷാ അല്ലാ ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് സംഭവം വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചില്ലെങ്കിൽ പിന്നെ പോകണ്ടല്ലോ. ഞാൻ ബിഗ് ബോസിൽ പോണം എന്നോട് സ്നേഹമുള്ളവരൊക്കെ ഇങ്ങനെ ആക്കും. എന്നോട് നെഗറ്റീവും കുനിറ്റും കുസൃതിയും പോയി നേരാവരുത് എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ആക്കും. അതില് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളില് വിഷം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ആക്കണവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളില് വിഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ആക്കണവരൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ, ഞാൻ രക്ഷപ്പെട്ട എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അറിയണവരാണ് ഇങ്ങനെ ആക്കണവര്. ഇങ്ങനെ ആക്കണവര് ഒരിക്കലും നീ രക്ഷപ്പെടരുതേ പറഞ്ഞിട്ട് പറയുന്നവരാണ് ഇങ്ങനെയുള്ളവര്. അവളുമാരോടൊക്കെ എന്നല്ലേ കാർക്കിച്ച് തുപ്പു ഞാൻ മുഖത്ത്. നിങ്ങളെയൊക്കെ അല്ലേ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാ തോന്നുന്നു എനിക്ക്. നിങ്ങളുടെയൊക്കെ കാണുന്നതേ എനിക്ക് വെറുപ്പാണ്, ജന്തുക്കൾ. ഷാജിദ പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് ഷാജിദാനെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ അപേക്ഷയും ഷാജിദ അയച്ച് കാത്തിരിക്കുകയാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയും അല്ലെങ്കിൽ ഇങ്ങനെയും ആക്കാനൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ആക്കുന്ന ആൾക്കാരുടെ മുഖത്ത് ഷാജിദ കാർക്കിച്ച് തുപ്പും എന്നാണ് ഷാജിദ പറയുന്നത്. ഷാജിദയെ പോലെ ഒരാളെയൊക്കെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നാൽ ആ പരിപാടിയുടെ ഒരു മുഖം തന്നെ മാറിപ്പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അതല്ല, ഷാജിദ ബിഗ് ബോസിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷാജിദയുടെ തനി സ്വരൂപം ഈ മലയാളികൾക്കും പിന്നെ നിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ഈ ഏകദേശം 2 ലക്ഷം സബ്സ്ക്രൈബറിനും എന്താണ് യഥാർത്ഥത്തിൽ ഷാജിദ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നീ ഇവിടെ കാട്ടിക്കുന്ന ഈ കോപ്രായങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിൽ പോയി കാട്ടിക്കൂട്ടിയാൽ 100% എനിക്ക് സപ്പോർട്ട് കിട്ടും. നീ പറയുന്നതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് ഏറ്റുപാടും, നിനക്ക് സപ്പോർട്ട് ചെയ്യും, നിനക്ക് വോട്ട് ചെയ്യും, നിന്നെ ബിഗ് ബോസ് വിന്നറായി പ്രഖ്യാപിക്കും എന്നൊക്കെയുള്ള നിൻ്റെ സ്വപ്നം അതൊരു തീരാ സ്വപ്നം മാത്രമായിട്ട് അതങ്ങനെ അവശേഷിക്കുകയുള്ളൂ. ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഞാനിപ്പോഴും നിന്നോട് പറഞ്ഞു, നിന്നെ എന്തുകൊണ്ട് നിന്നെ ചാനലിൽ 2 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ നിന്നെ ഫോളോ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടും നിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടും മാത്രമാണ്. അത് അല്ലാതെ നിന്നോടുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ടോ നിന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടോ അല്ല. അതെപ്പോഴെങ്കിലും നീ ബിഗ് ബോസിൽ പോകാൻ നിനക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ ഇവിടുന്ന് എഴുതിത്തരാം 10 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഷാജിദ നിനക്ക് അവിടെ സാധിക്കില്ല. യാതൊരു സപ്പോർട്ടും
മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്നോ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നോ നിനക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നിൻ്റെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടും. കാരണം അവരൊരു തെറ്റും ചെയ്യാത്ത നല്ല 5 മക്കളാണ്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പ്രേക്ഷകർ നിൻ്റെ ചാനൽ കാണുന്നതും നിന്നെ ഫോളോ ചെയ്യുന്നതും. അല്ലാതെ നീ ഇപ്പോൾ പറഞ്ഞ ഈ 3 കാര്യങ്ങളും നിന്നോട് ഒരാൾ പോലും 100% യോജിച്ച് കമൻറ്റ് ചെയ്യുന്നതായിട്ട് നിൻ്റെ ചാനലിലോ അല്ലെങ്കിൽ വേറെ ചാനലിൽ റിയാക്ഷൻ ചെയ്യുന്ന ചാനൽ ഒന്നും തന്നെ നിനക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. നീ ഉമ്മയും അതുപോലെ തന്നെ ഈ നാട്ടുകാരെയും പറയുന്ന തെറികളെല്ലാം തന്നെ ബിഗ് ബോസിൽ വന്നാൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പൊതുജനങ്ങൾ നേരിട്ട് തന്നെ നിനക്ക് തരുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.